ഇന്ന് നമുക്ക് ക്ലർക്ക് എക്സാമിനും PSC എക്സാമിനും ചോദിച്ചിട്ടുള്ള കുറച്ച് അക്കൗണ്ടിംഗ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡാഷ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നെറ്റ് സെയിൽസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ആൻസർ ഗ്രോസ് പ്രോഫിറ്റ്. ഡാഷ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നെറ്റ് സെയിൽസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ആൻസർ ഗ്രോസ് പ്രോഫിറ്റ്. ടോട്ടൽ സെയിൽസ് നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്താൽ നെറ്റ് സെയിൽസ് ലഭിക്കും. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഈസ് ഓപ്ഷൻ എ റിയൽ, ബി പേഴ്സണൽ, സി നോമിനൽ, ഡി നൺ ഓഫ് ദിസ്. റിയൽ അക്കൗണ്ട്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസ് റിയൽ അക്കൗണ്ട്. ആസ്തികളുമായി ബന്ധപ്പെട്ടതാണ് റിയൽ അക്കൗണ്ട്. ഉദാഹരണം ക്യാഷ്, സ്റ്റോക്ക്, ഗുഡ്വില്ല്. റിയൽ അക്കൗണ്ടിന്റെ റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വേസ്റ്റിംഗ് അസറ്റ്. എ ലൂസ് ടൂൾസ്, ബി കോപ്പിറൈറ്റ്, സി പേറ്റന്റ്, ഡി ഓയിൽ വെൽസ്. ആൻസർ ഓയിൽ വെൽസ്. വേസ്റ്റിംഗ് അസറ്റിന് ലിമിറ്റഡ് ലൈഫാണ് ഉള്ളത്. വേസ്റ്റിംഗ് അസറ്റ് ഈസ് ഓൾസോ റെഫേർഡ് ടു ആസ് എ കൺസ്യൂംഡ് അസറ്റ്. വേസ്റ്റിംഗ് അസറ്റ് പുനരുപയോഗം ചെയ്യുവാൻ സാധിക്കുകയില്ല. ഉദാഹരണത്തിന് മൈൻസ്, ക്വാറീസ്, ഓയിൽ ഫീൽഡ്സ്. വേസ്റ്റിംഗ് അസറ്റിന്റെ ഡിപ്രീസിയേഷൻ ഡിപ്ലഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ എ ഒറിജിനൽ കോസ്റ്റ്, ബി ബുക്ക് വാല്യൂ, സി കോസ്റ്റ് പ്രൈസ്, ഡി മാർക്കറ്റ് വാല്യൂ. ആൻസർ ബുക്ക് വാല്യൂ. ഈ മെത്തേഡിൽ ബുക്ക് വാല്യൂവിന്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആണ് എല്ലാ ഇയറിലും ഡിപ്രീസിയേഷനായിട്ട് ചാർജ് ചെയ്യുന്നത്. ബുക്ക് വാല്യൂ ഓഫ് അസറ്റിനെ WDV അസറ്റ് എന്ന് വിളിക്കുന്നു. ഒറിജിനൽ കോസ്റ്റിൽ നിന്നും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുന്നതാണ് ബുക്ക് വാല്യൂ. ഡെബിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ഇൻ കണക്ഷൻ വിത്ത് ഡാഷ് റിട്ടേൺ ഔട്ട്വേർഡ്സ്. പർച്ചേസ് റിട്ടേൺ ചെയ്യുമ്പോഴാണ് ഡെബിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് വെച്ചാൽ പർച്ചേസ് റിട്ടേൺ എന്നാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റഡ് ഇൻ ഡാഷ് അക്കൗണ്ട്. എ ഇൻട്രസ്റ്റ്, ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സി ക്യാപിറ്റൽ അക്കൗണ്ട്, ഡി ഡ്രോയിങ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബിസിനസിനെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്. ഇതിന്റെ ജേർണൽ എൻട്രി വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാപിറ്റൽ എന്നാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുകയും ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിനോട് ആഡ് ചെയ്യുകയും ചെയ്യുന്നു. ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് ചാർജ്ഡ് ഇൻ എ ഫർണിച്ചർ, ബി ബിൽഡിംഗ്, സി ലാൻഡ്, ഡി വെഹിക്കിൾ. ആൻസർ ലാൻഡ്. ലാൻഡിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ സാധിക്കില്ല. ഫർണിച്ചറിനും ബിൽഡിങ്ങിനും വെഹിക്കിളിനും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് എ പ്രോഫിറ്റ്, ബി ഇൻകം, സി എക്സ്പെൻസ്, ഡി ലയബിലിറ്റി. ആൻസർ ലയബിലിറ്റി. ഇൻകം അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്യുന്നത് ഒരു ഫേമിനെ സംബന്ധിച്ച് ലയബിലിറ്റി ആണ്. Sometimes heavy expenditure is incurred, the advantages of which will be derived in subsequent years is known as deferred revenue expenditure. അതായത് ഈ എക്സ്പെൻസിന്റെ ബെനിഫിറ്റ് ഒന്നിൽ കൂടുതൽ വർഷം നിൽക്കും. The trading account is prepared to ascertain A net profit, B gross profit, C working result, D none of this. ആൻസർ ഗ്രോസ് പ്രോഫിറ്റ്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഗ്രോസ് പ്രോഫിറ്റ് കാണുവാൻ വേണ്ടിയിട്ടാണ്. എ പേഴ്സൺ ടു ഹൂം ബിസിനസ് ഓസ് മണി ഈസ് കാൾഡ് എ ക്രെഡിറ്റർ, ബി ഡെപ്റ്റർ, സി പ്രൊപ്രൈറ്റർ, ഡി ഓണർ. ആൻസർ ക്രെഡിറ്റർ. കമ്പനി ആർക്കാണോ പണം കൊടുക്കാനുള്ളത് അവരാണ് ക്രെഡിറ്റർ. The cost of service and things used for earning revenue is expenses. ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സർവീസിന്റെയും തിങ്സിന്റെയും കോസ്റ്റ് ആണ് എക്സ്പെൻസ്. The main object of preparing balance sheet is to understand ആൻസർ ഫിനാൻഷ്യൽ പൊസിഷൻ. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. Floating assets are also known as dash assets.
A. Fixed, B. Current, C. Tangible, D. Intangible. Answer: current asset. Floating assets are also known as current asset. Original book of entry is called A. Journal, B. Period, C. Ledger, D. Debit. Answer: journal. ഒരു ബിസിനസ് സ്ഥാപനം ട്രാൻസാക്ഷൻസ് ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലാണ്. ട്രയൽ ബാലൻസ് ഈസ് എ ഡാഷ്. ഓപ്ഷൻ എ സ്റ്റേറ്റ്മെന്റ്, ബി അക്കൗണ്ട്, സി ബാലൻസ്, ഡി പ്രോഫിറ്റ്. ആൻസർ: സ്റ്റേറ്റ്മെന്റ്. അക്കൗണ്ടുകളുടെ ഡെബിറ്റ്, ക്രെഡിറ്റ്, ബാലൻസ് അടങ്ങുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ട്രയൽ ബാലൻസ്. ദ അക്കൗണ്ടിംഗ് മെത്തേഡ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലുക്ക പാക്കിയോളി ഈസ് ഡാഷ്. ഡബിൾ എൻട്രി മെത്തേഡ്. ഡബിൾ എൻട്രി മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ലുക്ക പാക്കിയോളിയാണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് അക്കൗണ്ടൻസി എന്നറിയപ്പെടുന്നത്. The investment made by owner in a business is dash. A. liability, B. revenue, C. capital, D. profit. Answer: capital. ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഓണർ അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് ക്യാപിറ്റൽ. An example for revenue expenditure is option A. repairs on machinery, B. purchase of machinery, C. telephone charges, D. building repairs. Answer: telephone charges. ടെലിഫോൺ ചാർജ് ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ദ എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ് എ. നോൺ ട്രീറ്റഡ് ആസ് സെയിൽസ്, ബി. ട്രീറ്റഡ് ആസ് സെയിൽസ്, സി. ട്രീറ്റഡ് ആസ് പ്രോഫിറ്റ്, ഡി. ട്രീറ്റഡ് ആസ് ഇൻകം. ആൻസർ: നോൺ ട്രീറ്റഡ് ആസ് സെയിൽസ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ആൻ എക്സാമ്പിൾ ടു എ. ലയബിലിറ്റി, ബി. ഇൻകം, സി. അസറ്റ്, ഡി. എക്സ്പെൻസ്. ആൻസർ: അസറ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അസറ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഒരു കറന്റ് അസറ്റ് ആണ്. ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ബൈ എ. ക്രെഡിറ്റർ, ബി. കസ്റ്റമർ, സി. ഡെപ്റ്റർ, ഡി. ബാങ്കർ. ആൻസർ: കസ്റ്റമർ. ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് കസ്റ്റമർ ആണ്. ബേസിക് ഫങ്ഷൻസ് ഓഫ് ആൻ അക്കൗണ്ടിംഗ് ഈസ് എ. അനലൈസിംഗ്, ബി. റെക്കോർഡിംഗ്, സി. ടോട്ടലിംഗ്, ഡി. കമ്മ്യൂണിക്കേറ്റിംഗ്. ആൻസർ: റെക്കോർഡിംഗ്. ബേസിക് ഫങ്ഷൻ ഓഫ് ആൻ അക്കൗണ്ടിംഗ് റെക്കോർഡിംഗ് ആണ്. ട്രാൻസാക്ഷൻസ് ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലാണ്. ഗുഡ്സ് ടേക്കൺ ഫോർ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് എ. ഇൻകം, ബി. മിസ്അപ്രോപ്രിയേഷൻ, സി. എക്സ്പെൻസ്, ഡി. പർച്ചേസ്. ആൻസർ: പർച്ചേസ്. ബിസിനസ് ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ എടുക്കുന്നതിനെ പർച്ചേസ് ആയിട്ടാണ് കാണുന്നത്. Cash discount is allowed by A. wholesaler, B. creditor, C. debtor, D. payee. Answer: creditor. ഡെപ്റ്റർ പ്രോംപ്റ്റ് പേയ്മെന്റ് ചെയ്യുമ്പോൾ ഒരു ഡിഡക്ഷൻ കൊടുക്കും ക്രെഡിറ്റർ. അതാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ഗുഡ് വിൽ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡാഷ് അസറ്റ്. എ. ലിക്വിഡ്, ബി. ടാഞ്ചിബിൾ, സി. ഇൻടാഞ്ചിബിൾ, ഡി. ഫിക്സഡ്. ആൻസർ: ഇൻടാഞ്ചിബിൾ. തൊടുവാനോ കാണുവാനോ സാധിക്കാത്ത അസറ്റുകളെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം: പേറ്റന്റ് റൈറ്റ്, ഗുഡ് വില്ല്, ട്രേഡ് മാർക്ക്, കോപ്പി റൈറ്റ്. If outstanding expense given in the trial balance, it is shown in balance sheet only. ട്രയൽ ബാലൻസിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്നാൽ ബാലൻസ് ഷീറ്റിൽ മാത്രമേ കാണിക്കാവൂ. എക്സാമ്പിൾ ഓഫ് ഫിക്സിഷ്യസ് അസറ്റ്: എ. ബാങ്ക് അക്കൗണ്ട്, ബി. ഡെപ്റ്റേഴ്സ്, സി. പ്രോഫിറ്റ്, ഡി. ലോസ്. ആൻസർ: ലോസ്. റീസെയിൽ വാല്യൂ ഇല്ലാത്ത അസറ്റാണ് ഫിക്സിഷ്യസ് അസറ്റ്. Closing stock valuation is based on dash concept. A. cost concept, B. conservatism concept, C. business entity concept, D. matching concept. Answer: conservatism concept. Goods taken from business for personal use is debited to dash account. A. purchase, B. cash, C. drawing, D. none of this. ആൻസർ: ഡ്രോയിങ് അക്കൗണ്ട്. ബിസിനസ്സിൽ നിന്നും പേഴ്സണൽ ആവശ്യത്തിന് ഗുഡ്സ് എടുക്കുന്നതിനാണ് ഡ്രോയിങ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് എ ഡാഷ് ടു ദ ബിസിനസ്. എ. എക്സ്പെൻസ്, ബി. ഇൻകം, സി. ലോസ്, ഡി. പ്രോഫിറ്റ്. ആൻസർ: എക്സ്പെൻസ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബിസിനസ്സിനെ സംബന്ധിച്ച് എക്സ്പെൻസും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ഇൻകവുമാണ്. ദ ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ഐദർ ബൈ ഡാഷ് മെത്തേഡ് ഓർ ബൈ ഡാഷ് മെത്തേഡ്. ആൻസർ: ബാലൻസ് ഓർ ടോട്ടൽ മെത്തേഡ്. ട്രയൽ ബാലൻസ് രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം, ബാലൻസ് മെത്തേഡിലും ടോട്ടൽ മെത്തേഡിലും.
A debit note is prepared by the dash of goods when he returns some of the goods purchased. Answer purchaser. A debit note prepare ചെയ്യുന്നത് പർച്ചേസ് റിട്ടേൺ ചെയ്യുമ്പോഴാണ്. ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് റെക്കോർഡഡ് എ പി ആൻഡ് അക്കൗണ്ട്, ബി ബാലൻസ് ഷീറ്റ്, സി പി ആൻഡ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, ഡി നോവെയർ. ആൻസർ നോവെയർ. ട്രേഡ് ഡിസ്കൗണ്ട് ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാറില്ല. The type of depreciation by which the value of an asset is reduced due of change in technology or fashion is called. Answer obsolescence. Dash is the amount received by non-profit making organizations on the death of a person as per his will. Answer legacy. Calls in advance is a dash to the company. A loss, B liability, C asset, D profit. Answer liability. Calls in advance is a liability to the company. Dash is the amount of profit earned by a concern over and above the normal return expected on investment. Answer super profit. Expense due but not paid is a dash account. A real account, B nominal account, C personal account, D contra. Answer personal account. Outstanding expense, prepaid income, prepaid expense അതൊക്കെ പേഴ്സണൽ അക്കൗണ്ട് ആണ്. All business transactions are firstly recorded in. ആൻസർ ജേണൽ. ജേണലിലാണ് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജേണലിനെ പ്രൈമറി എൻട്രി എന്നും വിളിക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി ഈസ് ഡാഷ്. ആൻസർ വർക്കിംഗ് ക്യാപിറ്റൽ. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ പ്ലസ് കറണ്ട് ലയബിലിറ്റി ആണ് കറണ്ട് അസറ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഈസ് ഡാഷ്. എ അസറ്റ്, ബി എക്സ്പെൻസ്, സി ഇൻകം, ഡി ലയബിലിറ്റി. ആൻസർ ലയബിലിറ്റി. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒരു കറണ്ട് ലയബിലിറ്റി ആണ്. ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ഫോർ ഡാഷ്. എ പ്രോംപ്റ്റ് പേയ്മെന്റ്, ബി ബൾക്ക് പർച്ചേസ്, സി ഫ്രീക്വന്റ് പർച്ചേസ്, ഡി നൺ ഓഫ് ദിസ്. ആൻസർ പ്രോംപ്റ്റ് പേയ്മെന്റ്. ക്യാഷ് ഡിസ്കൗണ്ട് പ്രോംപ്റ്റ് പേയ്മെന്റിനും ട്രേഡ് ഡിസ്കൗണ്ട് ബൾക്ക് പർച്ചേസിനുമാണ് അലോ ചെയ്യുന്നത്. Wages and salaries are shown in A P&L account, B trading account, C profit and loss appropriation account, D balance sheet. Answer trading account. Wages and salaries trading account debit side ആണ് കാണിക്കുന്നത്. Interest on drawing is dash to business. A income, B expense, C liability, D none of this. Answer income. Interest on drawing income, interest on capital expense ആണ്. Which of the following is an example of wasting asset? A stock, B patent, C mines and quarries, D plant and machinery. Answer mines and quarries. Wages paid in connection with the installation of an asset is dash. A revenue expense, B capital expenditure, C deferred revenue expenditure, D none of this. Answer capital expenditure. Interest on drawing is credited to dash account. Interest on drawing credited to interest on drawing account, debited to capital account. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. പർച്ചേസ് ഡേ ബുക്ക് ഈസ് ഓൾസോ കോൾഡ് ഡാഷ്. എ ജനറൽ ലെഡ്ജർ, ബി പർച്ചേസ് റിട്ടേൺ ലെഡ്ജർ, സി ഡെപ്റ്റേഴ്സ് ലെഡ്ജർ, ഡി ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ. ആൻസർ ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ. പർച്ചേസ് ഡേ ബുക്ക് ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ എന്നും വിളിക്കുന്നു. ഗുഡ്വിൽ അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. എ റിയൽ, ബി പേഴ്സണൽ, സി നോമിനൽ, ഡി ലയബിലിറ്റി. ആൻസർ റിയൽ അക്കൗണ്ട്. ആസ്തികളെ സംബന്ധിക്കുന്ന അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. ഗുഡ്വിൽ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. അപ്പോൾ ഗുഡ്വിൽ ഒരു റിയൽ അക്കൗണ്ട് ആണ്.